സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ വർധന. ഇന്നലത്തെ കണക്ക് പ്രകാരം 12,204 പേർക്കാണ് പനി ബാധിച്ചത്. 11 പേർ മരിച്ചു. ഡെങ്കിപ്പനി ലക്ഷണങ്ങളുമായി 438 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം നെയ്യാറ്റിൻകര കാരുണ്യ കോളറ വ്യാപനത്തിന്റെ കാരണം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ്. ഇതുവരെ കോളറ ബാധിച്ചവരുടെ എണ്ണം 11ആയി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, കോളറ വ്യാപകമായി പടർന്നു പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥയിൽ പോലും നെയ്യാറ്റിൻകര കാരുണ്യ കോളറ വ്യാപനത്തിന്റെ കാരണം പോലും ആരോഗ്യ വകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായി തന്നെ കാണേണ്ടതില്ലേ? തീർച്ചയായിട്ടും ദേവിക, സംസ്ഥാനത്ത് പനി മരണങ്ങളോടൊപ്പം ഭീതി പടർത്തുകയാണ് കോളറ വ്യാപനം. നെയ്യാറ്റിൻകര കാരുണ്യ ആശുപത്രിയിൽ നിലവിൽ ഇതുവരെ 11 പേർക്കാണ് കോളറ പിടിപെട്ടിട്ടുള്ളതായിട്ട് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എവിടെയാണ് ഈ കോളറയുടെ ഉറവിടം എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഭക്ഷണത്തിൽ നിന്നുമാണോ വെള്ളത്തിൽ നിന്നുമാണോ കോളറ പിടിപെട്ടത്, അതുപോലെ തന്നെ കോളറയുടെ സോഴ്സ് ഉറവിടം ആരാണെന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ കോളറ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടികളിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഈ കോളറ പടർന്നു പിടിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. മരണപ്പെട്ട കുട്ടിക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യത്തിലും ഇപ്പോഴും ജില്ലാ ആരോഗ്യ വിഭാഗത്തിന് ആശങ്ക തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും എവിടെ നിന്നാണ് ഇത്തരത്തിൽ രോഗം പിടിപെടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് നിലവിലത്തെ ഒരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നത്. എന്തായാലും സംസ്ഥാനത്ത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതോടൊപ്പം പൂർണ്ണമായും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് അവകാശപ്പെടുന്ന കോളറ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതും ഒരു വീഴ്ചയായി തന്നെ ഈ സമയത്ത് ചൂണ്ടിക്കാട്ടേണ്ടതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന പനിയാണ്. നമുക്കറിയാം, ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 12,204 പേരാണ് പനിയുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്കായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. അതോടൊപ്പം തന്നെ പനി കാരണം 11 പേർ മരിക്കുകയും ഉണ്ടായി. 438 പേര് ഡെങ്കു രോഗലക്ഷണങ്ങളുമായി ചികിത്സയ്ക്ക് എത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ എലിപ്പനിയും പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് 100-ലധികം പേർ അല്ലെങ്കിൽ 100-നകത്ത് ആളുകൾ തന്നെ ഇത്തരത്തിൽ എലിപ്പനി ലക്ഷണവുമായിട്ടും ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ സാംക്രമിക രോഗങ്ങളും പനിയും ഒക്കെ ബന്ധപ്പെട്ട് ഡേറ്റകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ ആരോഗ്യ വിഭാഗത്തിന് വീഴ്ച സംഭവിക്കുന്നുണ്ട് വേണം മനസ്സിലാക്കേണ്ടുള്ളത്. കൊറോണ സമയത്താണ് ഇതുപോലെ ഡാഷ്ബോർഡ് മാതൃകയിൽ രോഗങ്ങളും അതുപോലെ തന്നെ പടർന്നു പിടിക്കുന്നവരുടെ എണ്ണവും ഒക്കെ ഈ ആരോഗ്യ സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഡേറ്റകൾ പ്രസിദ്ധീകരിക്കുന്നതിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം പറയേണ്ടത്. എന്തായാലും സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം വർദ്ധിക്കുകയാണ്. ഈ ഇൻഫ്ലുവൻസ പോലുള്ള വൈറൽ ഫീവർ ആണോ അല്ലെങ്കിൽ വൈറൽ പനിയാണോ പടർന്നു പിടിക്കുന്നത് എന്നൊരു കാര്യവും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പനിക്ക് ശേഷം വരുന്ന ശ്വാസം മുട്ടൽ, ഛർദിൽ പോലുള്ള രോഗലക്ഷണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു മാറ്റം വന്നത് എന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തുന്നില്ല. എന്തായാലും നിലവിൽ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയായ ഒരു ഘട്ടം തന്നെയാണ്. രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ മെഡിസിൻ വിഭാഗത്തിലും അതോടൊപ്പം തന്നെ ഈ പനി ക്ലിനിക്കുകളിലൊക്കെ ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരവസ്ഥയാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികമായിട്ടുള്ള പനി ക്ലിനിക്കുകൾ അനുവദിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും തിരക്കുകൾക്ക് കുറവില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഫാർമസി, അതുപോലെ രക്തപരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളിലൊക്കെ നിയന്ത്രിതാതീതമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. പല രോഗങ്ങളും ഇന്ന് തന്നെ ചികിത്സിക്കാൻ ചെല്ലുന്ന സമയത്ത് സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം പല രോഗങ്ങളും ഇന്ന് തന്നെ ചികിത്സയ്ക്കായി എത്തുമ്പോൾ അന്ന് തന്നെ ഈ ചികിത്സിച്ച് അല്ലെങ്കിൽ പരിശോധനകൾ നടത്തി ഫലം ലഭിക്കാത്തൊരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടർമാരുടെ ഉണ്ടാകുന്ന കുറവൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരുപക്ഷെ ഈ മേഖലയെ ബാധിക്കുന്നുണ്ട്. ഒരു പനി ക്ലിനിക്കിൽ 2 ഡോക്ടർമാരാണ് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഇരിക്കേണ്ടത്. അവിടെ ചില ഘട്ടങ്ങളിൽ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത അല്ലെങ്കിൽ PG ഡോക്ടർമാരെ ഉൾപ്പെടെ തിരികെ കയറ്റിക്കൊണ്ടാണ് നിലവിലത്തെ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ആരോഗ്യ വകുപ്പ് തത്രപ്പാടുപെടുന്നതെന്നും നമുക്ക് പറയേണ്ടി വരും. എന്തായാലും സംസ്ഥാനത്ത് പനിയുടെ എണ്ണത്തിൽ കുറവില്ല. പനി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. എന്ത് തരം പകർച്ചപ്പനിയാണ് എന്ന് കണ്ടുപിടിക്കാത്തത് ഒരു ആശങ്കയായി തന്നെ തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഡെങ്കു, എലിപ്പനി പോലുള്ള രോഗങ്ങളും പടർന്നു പിടിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കോളറയും ഒരു ആശങ്കയായി തന്നെ തുടരുന്നുണ്ട്. അടിയന്തരമായി തന്നെ കോളറയുടെ ഉറവിടം കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ്. ദേവിക.